ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതം ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്നു. ഈ നിസ്സാരമായ ജീവിതത്തിൽ പിന്നെ എന്തിനു നാം അഹങ്കരിക്കണം? ഇതാണ് നന്മ ചെയ്ത ഒരാളുടെ ഖബറ്. അവരെ മനുഷ്യർ അടക്കിയതിനു ശേഷം ആൾക്കാരെല്ലാം പോകുമ്പോൾ 2 മലക്കുകൾ വന്ന് ഇവരോട് 4 ചോദ്യങ്ങൾ ചോദിക്കും. അതിലൊന്നാമത്തെ ചോദ്യമാണ് മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? അല്ലാഹു റബ്ബി, അല്ലാഹു ആണ് എന്റെ റബ്ബ്. ഒമൻ നബിയുക, നിന്റെ നബി ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമാ ഇമാമുക, എന്നാൽ നിന്റെ ഇമാം ആരാണ്? ഖുർആൻ. ഒമാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? ഇസ്ലാം. ഇതൊരു നല്ല മനുഷ്യനാണ് ആ ഖബറിൽ കിടക്കുന്നെങ്കിൽ അവർക്ക് ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം പറയാൻ സാധിക്കും. അതിനാൽ അള്ളാഹു പറയുന്ന ആയത്തുകളാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. ഇതാണ് തിന്മ ചെയ്തവരുടെ ഖബറ്. അതിൽ പാമ്പ്, തേള് ഇവയെല്ലാം ചുറ്റിയിരിക്കും. അവരോട് മലക്കുകൾ ചോദ്യം ചോദിച്ചാൽ ഹാ ഹാ എന്ന് പറയും. കാരണം ആ സമയത്തുള്ള പേടിയും വെപ്രാളവും കാരണം അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഖിയാമത്ത് നാൾ വരുമ്പോൾ മീസാനിന്റെ ത്രാസിൽ നമ്മുടെ 2 സൈഡും റഖീബ് അതീദ് എന്ന മലക്കുകൾ ഇരുന്ന് നന്മ തിന്മകൾ എഴുതുന്നു. ആ മലക്കുകൾ നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. ഇത് കഴിഞ്ഞ് സിറാത്ത് പാലമാണ്. സിറാത്ത് പാലത്തിൽ നന്മ ചെയ്തവർ മിന്നൽ വേഗത്തിലും കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലുമെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും. തിന്മ ചെയ്തവരോ കാൽമുട്ടുകൾ വയ്യാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നോക്കുമെങ്കിലും അവർ നരകത്തിൽ വീഴുപോകും. നന്മ ചെയ്തവർ സ്വർഗത്തിലും തിന്മ ചെയ്തവർ നരകത്തിലും പ്രവേശിക്കും. അള്ളാഹു നമ്മളെല്ലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമീൻ.